നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ദൈവത്തിന്റെ വരദാനമാണ് കുട്ടികൾ. ഓരോ കുട്ടിയും കുടുംബാന്തരീക്ഷത്തിൽ പ്രത്യേക പരിഗണനകൾക്കിടയിൽ ആവോളം സ്നേഹപരിലാളനം നേടി ജീവിക്കേണ്ടവരാണ്. എന്നാൽ പലതരം സാഹചര്യങ്ങളിൽ സ്വന്തം കുടുംബത്തിൽ ജീവിക്കാനാവാത്ത കുറേ കുട്ടികളുണ്ട് നമുക്കിടയിൽ. വിവിധ ശിശുസംരക്ഷണ സ്ഥാപനങ്ങളിൽ കഴിയുന്ന കുട്ടികൾ. അവരുടെ ആഘോഷത്തിന്റെ വാർത്ത കേട്ടാലോ? ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്കായുള്ള സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനുമായി എല്ലാ വർഷവും സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ചിൽഡ്രൻസ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഇത്തവണത്തെ ചിൽഡ്രൻസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിർവഹിച്ചു. ഒപ്പം 2024 ഉജ്ജ്വല ബാല്യം പുരസ്കാര വിതരണവും മന്ത്രി നിർവഹിച്ചു. ഈ വർഷം സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് പുറമെ നിർഭയ പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോമുകളിലെ കുട്ടികളെയും ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നത് പുതിയ തുടക്കമായി മാറി. നിർഭയ സെല്ലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ ഹോം ഫോർ ഗേൾസിൽ നിന്നുള്ള മത്സരാർത്ഥി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്തായിരുന്ന വർണ്ണച്ചിറകൾ എന്ന പ്രോഗ്രാമിന് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ട്രെയിനിലായിരുന്നു വന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവിടെ വന്ന് ഞങ്ങൾ ട്രെയിനിലൊക്കെ നല്ല പാട്ടൊക്കെ പാടി ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ടാണ് വന്നത്. എന്നിട്ട് പിന്നെ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. പിന്നെ അവിടെ വന്ന് നമുക്ക് താമസിക്കാനൊക്കെ സ്ഥലം തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന്. പിന്നെ ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നു. പേടിയായിരുന്നു. കിട്ടുമെന്നൊക്കെ പേടിയായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കാരണം പിന്നെ വലിയ അവിടെ സ്റ്റേജിലൊക്കെ കയറുമ്പോൾ വലിയ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഞാൻ ഡാൻസിനും പാട്ടിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. പിന്നെ കുറേ വലിയ വലിയ ആൾക്കാരെയൊക്കെ കണ്ടു ഞങ്ങൾ. പിന്നെ അവരൊക്കെ നമ്മളെ നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വേറെ ഹോമിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ കണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു ആ ദിവസങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം ഇനിയും പ്രോഗ്രാം ഉണ്ടോയെന്ന് അറിയില്ല. ഇനി അങ്ങനെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വരും. എന്തായാലും ഞങ്ങളൊക്കെ വരും. എന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസൊക്കെ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ നന്നായിട്ട് അടുത്ത പ്രാവശ്യം എല്ലാത്തിനും സമ്മാനമൊക്കെ മേടിക്കും. 22 മത്സര ഇനങ്ങളിലായി 1000-ഓളം പേരാണ് ചിൽഡ്രൻസ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. 3 ദിവസം നീണ്ടുനിന്ന പരിപാടികൾ കുട്ടികൾക്ക് മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിച്ചു. സംസ്ഥാന യുവജനോത്സവത്തെ വെല്ലുന്ന ആവേശവും പ്രകടനങ്ങളും. ഓരോ വർഷവും കുട്ടികൾ കാത്തിരിക്കുന്നു ആഘോഷത്തിന്റെ ഈ ദിനങ്ങൾക്കായി. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നമുക്കും പങ്കുചേരാം. ഒപ്പം അവരെ ചേർത്തു നിർത്താം. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മലയാളിയുടെ കയ്യൊപ്പ്. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ദേശീയതല മത്സരത്തിൽ കേരളത്തിലെ തൃശൂരിൽ നിന്നുള്ള അരുൺ ഗോകുൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 875 പേർ പങ്കെടുത്ത മത്സരത്തിലാണ് ഗോകുലിന്റെ ഡിസൈൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദയ് എന്ന പേരിൽ ആധാർ ഭാഗ്യചിഹ്നം പുറത്തിറക്കി. ആധാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ സ്വീകാര്യവും ജനസൗഹൃദപരവുമാക്കുന്നതിന് ഈ ഭാഗ്യചിഹ്നം സഹായകമാകുമെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം പറയുന്നു. കഴിഞ്ഞ വർഷം മൈഗവ് പ്ലാറ്റ്ഫോമിൽ ആധാറിനായി ഒരു ഔദ്യോഗിക ഭാഗ്യചിഹ്ന രൂപകൽപ്പന ചെയ്യാനുള്ള മത്സരം സംഘടിപ്പിച്ചിരുന്നു. 50,000 രൂപയാണ് സമ്മാനത്തുക. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിലൂടെയാണ് ഭാഗ്യചിഹ്നം കണ്ടെത്തിയത്. ഔദ്യോഗിക ചിഹ്നത്തിന് പേര് നൽകുന്നതിനുള്ള മത്സരത്തിൽ ഭോപ്പാലിൽ നിന്നുള്ള റിയ ജെയിൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഏതായാലും മലയാളിക്ക് അഭിമാനിക്കാൻ ഒരു വിഷയം കൂടി സമ്മാനിച്ചിരിക്കുകയാണ് അരുൺ ഗോകുൽ.
ആന്റിബയോട്ടിക് മലയാളികൾക്കിന്ന് നിസ്സാരമായ ഒരു ഒറ്റമൂലിയാണ്. ചെറിയ ഒരു പനി വന്നാൽ പോലും ആന്റിബയോട്ടിക് കഴിക്കാനുള്ള പ്രവണത നിലനിൽക്കുന്നു. എന്നാൽ ഈ ആന്റിബയോട്ടിക്കുകൾ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷാ ഉപാധിയാണെന്നും എന്നാൽ അമിത ഉപയോഗം ഇവയുടെ ഫലപ്രാപ്തി കുറയ്ക്കുമെന്നും എത്ര പേർക്കറിയാം? ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം മൂലം ബാക്ടീരിയകൾ ശക്തി പ്രാപിച്ച് സൂപ്പർ ബഗുകളായി മാറുകയും അവയ്ക്കെതിരെ ചികിത്സ ഫലിക്കാതെയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക്കുകൾ ഫലിക്കാതെയായാൽ ചികിത്സകൾ ഫലപ്രദമാകാതെ വരും. ഇതിനെതിരെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് എന്റെ കേരളം ആന്റിബയോട്ടിക് സാക്ഷര കേരളം. ആന്റിബയോട്ടിക് ഉപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാനും ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയാനുമായി നടപ്പിലാക്കുന്ന പരിപാടിയാണിത്. ഇതിന്റെ ഭാഗമായി കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകുന്നത് നിരോധിക്കാനും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാനും എല്ലാവരും പങ്കുചേരാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ആരോഗ്യവകുപ്പ് മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോയിന്റ് ഡയറക്ടറും വൺ ഹെൽത്ത് നോഡൽ ഓഫീസറുമായ ഡോക്ടർ അജയ് MG. മനുഷ്യരാശിയെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ് എന്നിവ മൂലമാണ് ഉണ്ടാകാറുള്ളത്. ഇവർക്കെതിരെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ആൻറ്റിബയോട്ടിക്കുകൾ. നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഇവർക്കെതിരെ പ്രതികരിക്കാതെ പോകുന്ന അവസ്ഥയ്ക്കാണ് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ മരുന്നുകൾ അമൂല്യമാണ്. അവയുടെ ഉപയോഗം അതീവ ശ്രദ്ധയോടെയാകണം. മരുന്നുകളുടെ ദുരുപയോഗം മൂലം അപകടകാരികളായ ബാക്ടീരിയകൾ ശക്തി പ്രാപിക്കുകയും അവയ്ക്കെതിരെ ചികിത്സ ഫലിക്കാതാവുകയും ചെയ്യും. ഡോക്ടർ നിർദ്ദേശിച്ച ആൻറ്റിബയോട്ടിക് മരുന്നുകൾ പൂർണ്ണമായും കൃത്യമായും കഴിക്കാൻ മറക്കരുത്. രോഗലക്ഷണങ്ങൾ കുറഞ്ഞുവെന്ന കാരണത്താൽ അവ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് രോഗാണുക്കൾ കരുത്താർജിക്കാൻ ഇടയാക്കും. അവശേഷിക്കുന്നതോ കാലാവധി കഴിഞ്ഞതോ ആയ മരുന്നുകൾ വീണ്ടും ഉപയോഗിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത്. ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ യാതൊരു കാരണവശാലും വാങ്ങുകയോ ഉപയോഗിക്കുകയോ അരുത്. ആന്റിബയോട്ടിക് സാക്ഷര കേരളം പദ്ധതിയുടെ ഭാഗമായി ആന്റിബയോട്ടിക് സാക്ഷര പഞ്ചായത്ത് എന്ന നൂതനമായ ആശയവും കേരളം നടപ്പാക്കുന്നു. ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിന്റെ നിശബ്ദ മഹാമാരിയെ ശാസ്ത്രീയമായി നേരിടാനുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിവരുന്നത്. ഈ ദൗത്യത്തിൽ എല്ലാവർക്കും പങ്കാളികളാകാം. ഒപ്പം നമ്മുടെ ആരോഗ്യവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാം. ആരോരുമില്ലാത്ത കുറച്ചുപേരെ കാണാൻ കോഴിക്കോട് കൊടിയത്തൂർ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെത്തി. പുതിയ വസ്ത്രങ്ങളുമൊക്കെയായുള്ള ഇവരുടെ വരവ് കീഴുപറമ്പ് വൃദ്ധസദനത്തിലെ താമസക്കാർക്ക് ഏറെ സന്തോഷമായി. സംസ്ഥാന NSS സെൽ ആസൂത്രണം ചെയ്ത കരുതും കരങ്ങൾ പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾ ഇവിടെ എത്തിയത്. 45 പേർ താമസിക്കുന്ന മന്ദിരത്തിലെ എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങളും ഇവർ കൊണ്ടുവന്നു. മുക്കം, അരീക്കോട്, മാവൂർ പ്രദേശങ്ങളിലെ വസ്ത്രവ്യാപാരികളിൽ നിന്ന് ശേഖരിച്ച പുതുവസ്ത്രമാണ് വിദ്യാർത്ഥികൾ വിതരണം ചെയ്തത്. മന്ദിരത്തിന്റെ പരിസരം ശുചിയാക്കുകയും താമസക്കാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. താമസക്കാരുടെ കലാപരിപാടികൾക്ക് വിദ്യാർത്ഥികൾ പ്രോത്സാഹനം നൽകി. പാട്ടുപാടാനും തബലയും ഹാർമോണിയവും വായിക്കാനും എല്ലാം ഈ സ്ഥാപനത്തിലെ താമസക്കാർ ഉത്സാഹിച്ചു. സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്കുള്ള ആഗ്രഹമറിഞ്ഞ് കുട്ടികൾ അവ എത്തിച്ചു നൽകുകയായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ കുറച്ചുപേർക്ക് ആശ്വാസമായി മാറിയ ഒരു ദിനം. ഒപ്പം സഹാനുഭൂതിയുടെയും കൈത്താങ്ങിന്റെയും പാഠങ്ങൾ പഠിച്ച് കുട്ടികളോ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി G. നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.